ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസിൽ ഈ വർഷം നടന്ന പ്രസിദ്ധമായ കറുത്ത നസ്രായന്റെ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് 1,00,000-ലധികം വിശ്വാസികൾ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2 വർഷമായി പ്രദക്ഷിണം നടന്നിരുന്നില്ല. ജനുവരി 8-ാം തീയതി ഞായറാഴ്ച കറുത്ത നസ്രായന്റെ ചിത്രവുമായി ചർച്ച് ഓഫ് കിയാപ്പ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വിശുദ്ധ സ്നാപയോഹന്നാന്റെ നാമധേയത്തിലുള്ള മനിലയിലെ ദേവാലയത്തിലേക്ക് വിശ്വാസ സമൂഹം നടന്നു നീങ്ങി. സാധാരണയായി 22 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങ് 2.5 മണിക്കൂർ കൊണ്ട് സമാപിച്ചു. 82% കത്തോലിക്ക വിശ്വാസികളുള്ള രാജ്യത്തെ സുപ്രധാന ആഘോഷമാണ് കറുത്ത നസ്രായന്റെ പ്രദക്ഷിണം. 2 വർഷം നടക്കാതിരുന്ന പ്രദക്ഷിണം ഈ വർഷവും നടക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ജനുവരി 3-ാം തീയതി അധികൃതർ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച് ഓഫ് കിയോപ്പയ്ക്ക് അനുമതി നൽകുകയായിരുന്നു. ഈ വർഷം നസ്രായന്റെ ചിത്രത്തിൽ ചുംബിക്കുന്നതിൽ നിന്നും വിശ്വാസികളെ വിലക്കിയിരുന്നുവെന്ന് ദേവാലയത്തിന് ചുമതലയുള്ള ഫാദർ എൽ അലിസൺ പറഞ്ഞു. 1606-ൽ അഗസ്റ്റീനിയൻ സന്യാസമൂഹം മെക്സിക്കോയിൽ നിന്നും ഫിലിപ്പൈൻസിലെത്തിച്ച ബ്ലാക്ക് നസ്രായൻ എന്ന ക്രിസ്തുവൻ രൂപം നിരവധി ചരിത്രങ്ങൾക്കും വൻ അപകടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ്. ഒരപകടത്തിലും തകരാതെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ രൂപം കാലങ്ങളോളം വിശ്വാസികളെ അതിശയിപ്പിക്കുന്ന സാക്ഷ്യമായി ഇന്നും തുടരുന്നു. 2006-ൽ ബ്ലാക്ക് നസ്രായൻ രൂപം ഫിലിപ്പൈൻസിലെത്തിച്ചതിന്റെ 400-ാം വാർഷികം വിശ്വാസികൾ ആചരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.